വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇവിടെയാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേര് വരും. ഇപ്പം ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഇന്ന് അയ്യപ്പനറിയാം. അയ്യപ്പ ഭക്തരുമുണ്ട്. അയ്യപ്പൻ്റെ ഭക്തിയും അതുപോലെ തന്നെ പ്രസക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണിത്. അതോടുകൂടി തന്നെ കേരളത്തിലേക്ക് എന്തുമാത്രം ഭക്തരെ, അതോടൊപ്പം തന്നെ എന്തുമാത്രം ഭക്തരെന്ന് മാത്രമല്ല, ഈ കേരളത്തിലല്ല ഇന്ത്യയിലേക്ക് തന്നെ വിദേശ പണം എന്തുമാത്രം വരും. നിങ്ങൾ എത്രയോ വണ്ടി ഓടുമ്പോൾ അതിന് ഇടയ്ക്ക് വരുന്ന ടാക്സ് എത്രയോ ഈ ഇന്ത്യ ഗവൺമെൻറ് കിട്ടും. ഈ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എന്തുമാത്രം വണ്ടിയാണ് കൂടുതൽ ഓടാൻ പോകുന്നത്. ഓട്ടെ, ഈ ഭക്തർ ഉപയോഗിക്കുന്ന മുണ്ടായിട്ട്, തോർത്തായിട്ട്, മാലയായിട്ട്, കർപ്പൂരമായിട്ട്, സാമ്പ്രാണിയായിട്ട്, ഇതുപോലുള്ള ചെറിയ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കെല്ലാം എന്തുമാത്രം വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ കേരളത്തിന് ഒരുപാട് സമ്പത്ത് വിവിധ മേഖലയിൽ ഗവൺമെൻറ്റിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ലഭിക്കാൻ ഒക്കുന്ന വലിയൊരു ബൃഹത്തായ ഒരു സംരംഭമാണ്. ഇതിന് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെല്ലാനും കാണാനും ഭജിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ ഏക ക്ഷേത്രം ശബരിമല മാത്രമാണ്. അതിന് കക്ഷിരാഷ്ട്രീയം പറഞ്ഞ്, പിണറായിയെ പറഞ്ഞും സ്ത്രീ പ്രശ്നം പറഞ്ഞും ഇന്ന് സമയം കളയേണ്ടതല്ല ആവശ്യം. അതിനോട് സഹകരിച്ച് അയ്യപ്പനോടുകൂടി ഭക്തിയോടുകൂടി പ്രവർത്തിച്ച് അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെ ചുമതല, എല്ലാ ഭക്തരുടെയും ചുമതല. അതിന് തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവർ സ്വയം കുത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ട് കൈയും ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി സാങ്കേതികമായ ചില ചർച്ചകളും സംവാദങ്ങളും നടത്താനുള്ള അവസരം വരെ തരികയാണ്. അവസരത്തിൽ വരെ, ആ യോഗത്തിൽ വരെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ പറയും, അത് അവർ കേൾക്കും, പ്രായോഗികമായിട്ടുള്ളത് സ്വീകരിക്കും. അതിനെല്ലാവരും സഹകരിക്കുക. അവിടെ ഇവിടെ ഇരുന്ന് പത്രപ്രസ്താവന ഇറക്കിയിട്ട് കാര്യമുണ്ടോ? BJP-ക്കാരൊന്നും എതിർക്കൊന്നും പറഞ്ഞിട്ടില്ല, അവർ വരികയില്ലെന്ന് പറഞ്ഞിട്ടില്ല, അവർ അവിടെ ഒന്ന് നിസ്സഹരിക്കൊന്നും പറഞ്ഞിട്ടില്ല. കുമ്മനത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്, ശരിയെന്ന് തെറ്റാണെന്ന് പറഞ്ഞില്ല. കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞങ്ങളാരും പോകരുതെന്നോ നിസ്സഹരിക്കുന്നൊന്നും പറയുന്നില്ല എന്ന് കുമ്മനം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഞാൻ കേട്ടില്ല. ഈ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ പുറത്ത് ഇറങ്ങുകയും സമരം ചെയ്യുകയും ചെയ്ത SNDP യോഗത്തിൽപ്പെട്ട ആളുകളടക്കം ഈ കേസിൽ പ്രതികളാണ്. ആ കേസുകൾ വാശിപൂർവ്വം സർക്കാർ അന്വേഷിക്കുകയും പലർക്കും ഒളിവിൽ പോകേണ്ടിയൊക്കെ ചെയ്യുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നിരത്തിലിറങ്ങുകയും അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു. ഇപ്പം സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്? പിന്നോട്ട് പോകണമെന്ന് പറയാനോ, ഞാൻ വ്യക്തമായും പറഞ്ഞല്ലോ. ഞങ്ങളുടെ SNDP യോഗത്തിന്റെ അഭിപ്രായം എഡിറ്റോറിയൽ വഴി വ്യക്തമായി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസിൽപ്പെട്ട ഒരുപാട് നിരപരാധികൾ, അപരാധികളുണ്ട്. കടന്നു കയറി അക്രമം ചെയ്തവരുണ്ട്, ഒരു അക്രമം ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി കേസിൽ പ്രതിയായ ഒരുപാട് പേരുണ്ട്. ആ കേസെല്ലാം പിൻവലിക്കണമെന്ന് ഞാൻ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന SNDP യോഗത്തിന്റെ അഭിപ്രായം എന്ന നിലയിൽ യോഗത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തില് എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. മാറി നിന്ന് കുറ്റം പറയാതെ എല്ലാവരും സഹകരിക്കണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.